ഈ സ്വിച്ച് ബോക്സിലെ സോക്കറ്റ് ഒഴിച്ച് ബാക്കി ഒന്നും കൊള്ളില്ലായിരുന്നു. ഇവിടെ 2 സ്വിച്ച് ഓൾറെഡി പൊട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇട്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഞെട്ട്, ഇവിടെ ഒരു ബെൽ സ്വിച്ചാണ് ഇട്ടിരുന്നത്, ബെൽ പുഷ്. എന്തിനാണ് ഇവിടെ ബെൽ പുഷ് ഇട്ടതെന്ന് എനിക്കറിയില്ല, മുമ്പ് ചെയ്ത ഇലക്ട്രീഷ്യനോട് തന്നെ ചോദിക്കേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ മാറ്റാൻ വേണ്ടി എടുത്തിരിക്കുന്നത് നമ്മുടെ ആങ്കറിൻ്റെ സ്വിച്ചുകളാണ്. അപ്പോൾ ഈ റേഞ്ചിൽ ആങ്കറൊക്കെ നല്ല സ്വിച്ചുകളാണ്. പിന്നെ ഒരു പഴയ സ്വിച്ചും കൂടെ ഓൾറെഡി ഉണ്ടായിരുന്നു, എല്ലാം പുതിയതുണ്ട്. ഒരു പഴയ സ്വിച്ച് ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി എടുത്തിട്ടാണ് എല്ലാം ഇട്ടിട്ടുണ്ട്. ഇവിടുത്തെ ക്ലൈമറ്റ് ഉണ്ട്, അത്യാവശ്യം നല്ലൊരു നാച്ചുറൽ ക്ലൈമറ്റാണ്. ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട്. ഇത് ഈ മണ്ടയ്ക്ക് നിൽക്കുന്ന മാവ് ഉണ്ടോ, നല്ല വലിയ മാവാണ്. ഇതിൽ പിടിക്കുന്ന മാങ്ങ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് സ്വിച്ച് ബോർഡില്ല, ബാക്കിലത്തെ അതിൻ്റെ വയറിങ് ലൂപ്പിംഗ് എല്ലാം നോക്കണം. ഒരു സോക്കറ്റ് വർക്കിംഗ് ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. സോക്കറ്റും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ ലൂപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ എർത്തും ന്യൂട്രലും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസും ഫേസ് ഔട്ടുമാണ് കണക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഫേസ് എടുക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അതായത് ഇതൊരു ഫേസാണ്, റെഡ് ടേപ്പ് അടിച്ചിട്ടുണ്ട്. വേറെ ഒരു ഫേസും കൂടി ഇതവിടെ കാണാനുണ്ട്, റെഡ് ടേപ്പ് അടിച്ചത്. സോ ഇപ്പോൾ ഇവിടെ 2 ഫേസ് വരുന്നുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം? അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. അറിയാത്തവർക്കാണെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇവിടെ 2 ഫേസ് വരുന്നതെന്ന് വെച്ചാൽ ഇത് പഴയ വീടല്ലേ, സോ ഇവിടെ DB ഒന്നുമില്ല. അപ്പോൾ ഓരോ സ്വിച്ച് ബോർഡിനകത്ത് വന്നിട്ടാണ് അവിടെ നിന്ന് അടുത്ത ലൈനിലോട്ട് പോകുന്നത്. അപ്പോൾ 2 ഫേസ് ഉണ്ടാവും ഇവിടെ. അതായത് ഇവിടെ നിന്നൊരു ഫേസ് വരും, ഇവിടുത്തെ ഫേസിൽ നിന്ന് തന്നെയാണ് അടുത്ത സ്വിച്ച് ബോർഡിലോട്ടും ഫേസ് പോകുന്നത്. അപ്പോൾ ഈ 2 ഫേസും കൂടി നമ്മൾ ഒരുമിച്ച് കണക്ട് ചെയ്ത് വേണം. ഓക്കെ, ഇതിൽ ഒരെണ്ണം ലൈൻ ഇന്നാണ്, അവിടെ മെയിൻ ബോർഡിൽ നിന്ന് നേരിട്ട് വരുന്നതാണ്. കാരണം മെയിൻ ബോർഡ് ഏകദേശം ഈ ഭാഗത്തായിട്ട് വരും, പുറത്ത്. അപ്പോൾ അവിടെ നിന്ന് ഫസ്റ്റ് വരുന്ന ലൈൻ ഇവിടെയാണ്, ഇതാ കണ്ടോ, ഫസ്റ്റ് വരുന്ന ലൈൻ ഇവിടെയാണ്. മുകളിൽ പൈപ്പുണ്ട്, ഇവിടെയാണ്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊടുത്ത് ഫേസിൽ കൊടുക്കും. കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബോക്സ് ഒന്ന് ക്ലീൻ ചെയ്യുക, തിരിച്ചൊന്ന് റീപാക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ വരുന്ന സ്ക്രൂ ആണ്, ഈ സ്ക്രൂ തന്നെയായിരിക്കും ഇടുന്നത് കേട്ടോ. പോയിട്ടുണ്ട്, ഇവിടെ ഉണ്ട്. അതിൻ്റെ കൂടെ വരുന്ന സ്ക്രൂ ആണ്, ആ സ്ക്രൂ ആയിരിക്കും ഇടുന്നത്. അത് മാറ്റി വെച്ചിട്ട് ക്ലീൻ ചെയ്യാം.